കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാമത് സംസ്ഥാന സമ്മേളനത്തിന് പടന്നക്കാട് കാർഷിക കോളേജിൽ ഉജ്ജ്വല തുടക്കം. വെള്ളിയാഴ്ച കൗൺസിൽ യോഗത്തിന് ശേഷം വൈകുന്നേരം നടന്ന സെമിനാർ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം മുതൽ ബാലരാമപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ 250 പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2 ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച കൗൺസിൽ യോഗം നടന്നു. തുടർന്ന് വൈകിട്ട് UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ 2025 പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സെമിനാർ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം അതീശവർഗത്തിന്റെ കയ്യിലെ ഉപകരണമാണ്. ആ പ്രഖ്യാപനം നടത്തിയത് സ്റ്റാലിനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലയളവിൽ അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ ഒരു മേഖല വിദ്യാഭ്യാസം. ഇന്ത്യൻസ് ഇൻ കളർ ആൻഡ് ബ്ലഡ് ബട്ട് ബ്രിട്ടീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് മാനർ എന്നതായിരുന്നു ആപ്തവാക്യം. നിങ്ങൾ നിറത്തിലും സ്വഭാവത്തിലല്ലേ അഭിരുചിയൊക്കെ തന്നെ ഇന്ത്യക്കാരനായിരിക്കുക, പക്ഷെ അഭിരുചിയും മറ്റു കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരൻ്റെതായി. അതിനാണ് മെക്കാളെ സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് സമൂഹത്തിൽ അതിനാവശ്യമായിട്ടുള്ള കരുക്കൾ നീക്കിയത്. ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NR സാജൻ അധ്യക്ഷനായി. കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി CV ഡെന്നി, സംഘടക സമിതി ചെയർമാൻ VV രമേശൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KR പ്രതീഷ് സ്വാഗതവും P. നിതീഷ് നന്ദിയും പറഞ്ഞു. മെയ് 17 രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA-യും ഉച്ചയ്ക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം KV സുമേഷ് MLA-യും ഉദ്ഘാടനം ചെയ്യും. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടെ വൈകിട്ട് സമ്മേളനം സമാപിക്കും. 1998 നിലവിൽ വന്ന പടന്നക്കാട് കാർഷിക കോളേജ് ഇതാദ്യമായാണ് ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.